മനുഷ്യചരിത്രത്തിൽ ശാസ്ത്രം നിർണായകമായ ഇടം നേടിയിട്ട് 5 നൂറ്റാണ്ടുകൾ തികഞ്ഞിട്ടില്ല. ശാസ്ത്രം മനുഷ്യന് പകർന്നു നൽകിയ ജ്ഞാനം ഇക്കാലയളവിനുള്ളിൽ ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രപഞ്ചവിജ്ഞാനീയം, ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ മുൻകാലങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്ന ധാരണകളെ പലതിനെയും ശാസ്ത്രം തിരുത്തിക്കുറിച്ചിട്ടുണ്ട്. BC 300കളിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽ 16ാം നൂറ്റാണ്ടിന്റെ മധ്യശതകം വരെയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ യാഥാർത്ഥ്യത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. നിക്കോളാസ് കോപ്പർനിക്കസിന്റെ രംഗപ്രവേശത്തോടെയാണ് 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യന്റെ പ്രപഞ്ചവിജ്ഞാന സംബന്ധമായ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങുന്നത്. പിന്നീട് സാധാരണ മനുഷ്യന്റെ ധാരണകളെ ഏറ്റവുമധികം സ്വാധീനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ രംഗപ്രവേശം ചെയ്തു. 1564 ഇറ്റലിയിൽ ജനിച്ച ഗലീലിയോ ഗലീലിയായിരുന്നു അത്. മൺമറഞ്ഞ് 4 നൂറ്റാണ്ടുകളോളം ആയെങ്കിലും ഇന്നും ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രതിഭാധനരായ ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നു. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, വാനശാസ്ത്രം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖലകൾ. ഗലീലിയോയുടെ ജീവിതാനുഭവങ്ങളും കണ്ടെത്തലുകളും സംബന്ധിച്ച് നമുക്കിടയിൽ ഇന്നും സജീവമായ ചില ചർച്ചകൾ അരങ്ങേറുന്നുണ്ട്. അദ്ദേഹം നേരിട്ട വിചാരണയുമായി ബന്ധപ്പെട്ടവയാണ് അവയിൽ പലതും. ബൈബിളിൽ ആലങ്കാരികമായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രപഞ്ച വിവരണത്തെ ഖണ്ഡിക്കുന്ന തൻ്റെ നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയ ഗലീലിയോയെ സഭാ നേതൃത്വം ജയിലിലടച്ചെന്നും ക്രൂരമായി ശിക്ഷിച്ചെന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഗലീലിയോ സംഭവത്തോടുകൂടി മതവും ശാസ്ത്രവും ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഇനി ഒരിക്കലും സമരസപ്പെടാനാവാത്ത വിധം പ്രഖ്യാപിത ശത്രുക്കളായി മാറിയിരിക്കുന്നുവെന്നുള്ള ഒരു പ്രചാരണമാണ് അക്കാദമിക രംഗത്തൊക്കെ പൊതുവെ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഗലീലിയോ സംഭവത്തെ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, ഒരു പരിധിവരെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്, സ്ഥാപിത താൽപ്പര്യക്കാരുടെ കുൽസിത ബുദ്ധിയിൽ നിന്നും കടന്നു വരുന്ന അങ്ങേയറ്റം ഊതി വീർപ്പിച്ച തെറ്റായ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇതിനോടനുബന്ധിച്ചുണ്ട്. പണ്ഡിതോചിതമായ ഗവേഷണങ്ങളെ അധിഷ്ഠിതമാക്കി ഈ ഗലീലിയോ സംഭവത്തെ നമ്മളൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വളരെ ചേർച്ചയായിരിക്കും. ഇറ്റലിയിലെ പിസയിൽ വിൻസെൻസോ ഗലീലിയുടെ 6 മക്കളിൽ മൂത്ത മകനായാണ് ഗലീലിയോ ഗലീലി ജനിച്ചത്. വിൻസെൻസോ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനായിരുന്നു. 17ാം വയസ്സിൽ ഗലീലിയോ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി പിസ സർവകലാശാലയിൽ ചേർന്നു. എങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യം ഭൗതികശാസ്ത്രത്തിൽ ആയിരുന്നതിനാൽ ആ വിഷയത്തിലുള്ള നിരീക്ഷണങ്ങളിലും സംവാദത്തിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്നുള്ള കാലങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ മേഖലകൾ ഏറെയായിരുന്നു. തെർമോസ്കോപ്പ്, ജോമെട്രിക് കോമ്പസ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു. മൈക്രോസ്കോപ്പ് വികസിപ്പിച്ചെടുത്തതും ഗലീലിയോ ആണ്. സ്പൈ ഗ്ലാസ് എന്നറിയപ്പെട്ടിരുന്ന ടെലിസ്കോപ്പിന്റെ പ്രാകൃത രൂപത്തെ പരിഷ്കരിച്ച് വാനനിരീക്ഷണത്തിന് ഉപയുക്തമാക്കിയതും ഗലീലിയോ ആയിരുന്നു. വാനനിരീക്ഷണത്തിലൂടെ അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ വിപ്ലവകരമായിരുന്നു. കോപ്പർനിക്കസ് മുമ്പ് നടത്തിയ നിരീക്ഷണങ്ങളെ കൂടുതൽ ശക്തമായി സമർത്ഥിച്ച അദ്ദേഹത്തിന് വ്യക്തമായ തെളിവുകൾ നൽകാനില്ലാതിരുന്നതിനാൽ ഏറെ എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നു. 1632 മുതലുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് വീട്ടുതടങ്കൽ വിധിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും നിരീക്ഷണങ്ങളും മരണം വരെയും തുടർന്നു. ഗലീലിയോയുടെ 3 മക്കളിൽ 2 പേർ സന്യാസിനിമാരായിരുന്നു. 1642 തൻ്റെ 77ാം വയസ്സിൽ അന്തരിക്കുമ്പോൾ അതുല്യമായ ഒട്ടനവധി നേട്ടങ്ങൾ അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ തേജസ്സുറ്റ ഭാവിക്കായി കരുതി വച്ചിരുന്നു. ഗലീലിയോ ഗലീലിയുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നടന്നുവരുന്ന ചർച്ചകളിൽ പലതും
വസ്തുതാവിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാർ ഏറെയുണ്ട്. സഭയും ഗലീലിയോയും തമ്മിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ വിശ്വാസ വിഷയത്തിലായിരുന്നുവെന്നും അതിനപ്പുറം ശാസ്ത്രവിഷയങ്ങളിൽ അനധികൃതമായി കൈകടത്തുന്ന ഒരു സഭാ നേതൃത്വവുമായി അദ്ദേഹം നിരന്തരം യുദ്ധം ചെയ്തിരുന്നില്ല എന്നും അകത്തോലിക്കരായ ചില ഗവേഷകർ പോലും അഭിപ്രായപ്പെടുന്നു. അതിലൊരാൾ ആയിരുന്നു നിരീശ്വരവാദിയായിരുന്ന സ്റ്റീഫൻ ജെ ഗൂൾഡ്. കത്തോലിക്ക സഭയും ഗലീലിയോയും തമ്മിൽ നടന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ആശയയുദ്ധം വളച്ചൊടിക്കപ്പെട്ടതാണ് എന്ന് അദ്ദേഹം തൻ്റെ റോക്സ് ഓഫ് ഏജസ് എന്ന ഗ്രന്ഥത്തിൽ സ്ഥാപിക്കുന്നു. സ്റ്റീഫൻ ജെ ഗൂൾഡ് 1999 പുസ്തകം എഴുതിയത്. അതേ ഏകദേശം അതുപോലുള്ള ചില ഐഡിയാസ് 1992 ഞാൻ റിസർച്ച് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ ഞാൻ പ്രസ്താവിച്ചായിരുന്നു. ഏകദേശം ഞങ്ങൾ രണ്ടുപേരുടെയും നിഗമനം ഏകദേശം ഒന്ന് തന്നെയാണ് ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ. അപ്പോൾ ആ ആർട്ടിക്കിളിൽ 1992 ആർട്ടിക്കിളിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: The Galileo episode was a tragedy of avoidable errors from both sides. ഇത് രണ്ട് വശത്തു നിന്നും ഒഴിവാക്കാവുന്ന മിസ്റ്റേക്കുകളുടെ ഒരു ട്രാജഡി ആയിരുന്നു. അതായത് ഗലീലിയോയുടെ പക്ഷത്തും മിസ്റ്റേക്കുകളുണ്ടായിരുന്നു, കത്തോലിക്ക തിരുസഭയുടെ പക്ഷത്തും മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അവർ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഈ ട്രാജഡി ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ആ പേപ്പറിൽ വാദിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിക്കോളാസ് കോപ്പർനിക്കസ് അവതരിപ്പിച്ച പ്രാപഞ്ചിക സിദ്ധാന്തത്തിൻ്റെ തുടർച്ചയായാണ് ഗലീലിയോ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഭൗമകേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച സങ്കല്പത്തെ വിഭാവനം ചെയ്തിരുന്ന അന്നത്തെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളുക എളുപ്പമായിരുന്നില്ല. മാത്രമല്ല, കോപ്പർനിക്കസ് വിപ്ലവകരമായി അവതരിപ്പിച്ച ആ സിദ്ധാന്തം തൃപ്തികരമായി വിശദീകരിക്കപ്പെട്ടിരുന്നില്ല. ഗലീലിയോയ്ക്കും അത് സാധിച്ചില്ല. അതിനാൽ തന്നെ അക്കാലത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും ചിന്തകരും തന്നെ ആദ്യഘട്ടത്തിൽ അവരെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. 1543 കൊപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ തിയറി, അതായത് സൂര്യനാണ് ലോകത്തിൻ്റെ സെൻറ്റർ, ഭൂമിയും മറ്റെല്ലാ ഗ്രഹങ്ങളും അതിന് ചുറ്റും പോകുന്നു എന്നുള്ള തിയറി 1543 പ്രകടിപ്പിച്ചായിരുന്നു. പക്ഷേ ആ തിയറി നമ്മൾ കാര്യമായിട്ട് നോക്കുമ്പോൾ ആ തിയറിക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടായിരുന്നു, നേട്ടങ്ങളുണ്ടായിരുന്നു, പക്ഷേ കോട്ടങ്ങളും ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള കോട്ടങ്ങളുണ്ടായിരുന്നു. പല തരത്തിലത്തെ സീരിയസ്, അതായത് രണ്ട് കാരണം ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ നമുക്കറിയാം ഭൂമി ഈസ് ടേക്കിംഗ് ആൻ എലിപ്റ്റിക്കൽ പാത്ത്. പക്ഷേ കൊപ്പർനിക്കസ് പറഞ്ഞത് ഭൂമി ഈസ് ടേക്കിംഗ് എ സർക്കുലർ പാത്ത്. ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട്. അതുപോലെ തന്നെ എപ്പിസൈക്കിൾസ് കൊപ്പർനിക്കസ് ഉപയോഗിച്ചായിരുന്നു. എപ്പിസൈക്കിൾസ് ഈസ് എ മാത്തമാറ്റിക്കൽ ഡിവൈസാണ്, അതിൽ റിയാലിറ്റി ഇല്ല. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് കൊപ്പർനിക്കസ് ഇത് തൻ്റെ തീസീസ് സ്ഥാപിച്ചത്. മൂന്നാമതായിട്ട് അതിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു, ഈ എർത്ത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഈ എർത്തിനെ മൂവ് ചെയ്യുന്നത്? ഇത്രയും വലിയ എർത്ത് ഒരിക്കലും മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത്രയും വലിയ എർത്തിനെ എങ്ങനെ ആര് മൂവ് ചെയ്യും? ഇതിൻ്റെ കോസ് എന്താണെന്ന് ചോദിച്ചായിരുന്നു. അതിനും കൊപ്പർനിക്കസിന് കാര്യമായ ശരിയായ മറുപടിയില്ലായിരുന്നു. ഈ തിയറിയാണ് നമ്മുടെ ഗലീലിയോ സപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് ഈ കൊപ്പർനിക്കസ് തിയറിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ കാലക്രമേണ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ തിയറി വളരെ വളരെ ക്ലിയറാണ്. പക്ഷെ ഇതല്ലായിരുന്നു ഗലീലിയോയുടെ സമയത്ത് ആ തിയറിയുടെ സ്ഥിതി. വളരെ വളരെ ഡിഫക്റ്റീവായിട്ടൊരു തിയറി ആയിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. സയൻറ്റിസ്റ്റ് തന്നെയാണ് ഇതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തത്. പ്രത്യേകിച്ചും ടൈക്കോ ബ്രാഹെ എന്ന് പറഞ്ഞ് ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അസ്ട്രോണമർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെയാണ് ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ ഒബ്സർവേഷൻ അസ്ട്രോണമറായിട്ട് കണക്കാക്കിയിരുന്നത്. അദ്ദേഹം വളരെ ശക്തിയായിട്ട് കൊപ്പർനിക്കസിൻ്റെ തിയറിയും ഗലീലിയോയുടെ തിയറിയും ഒപ്പോസ് ചെയ്തായിരുന്നു. ഗലീലിയോ തിയറി കുറച്ച് കഴിഞ്ഞാണ് വന്നത്. ഞാൻ പറഞ്ഞ പോലെ ഗലീലിയോയുടെ തിയറി കൊപ്പർനിക്കസിൻ്റെ തിയറി തന്നെയായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ ഓപ്പോസിഷൻ വന്നത്
മതത്തിൽ നിന്ന് മാത്രമല്ല, മതം വളരെ വൈകിട്ടാണ് മതം ഇതിനെപ്പറ്റി ഇതിൽ ഇടപെട്ടത്. പക്ഷേ ഈ പ്രധാനമായ ഓപ്പോസിഷൻ ആദ്യമായിട്ട് വന്നത് സയൻറ്റിസ്റ്റിൽ നിന്നായിരുന്നു. ഗലീലിയോ ഗലീലി തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ച് ഏറെ കഴിഞ്ഞപ്പോഴാണ് കത്തോലിക്ക സഭാ നേതൃത്വം ഗൗരവമായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ നിശ്ചയിക്കുന്നത്. അതിനു പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ തുടക്ക കാലഘട്ടത്തിൽ സഭയുടേത് മൃദു സമീപനമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗലീലിയോയ്ക്കെതിരായി ശബ്ദമുയർത്തിയ ചില വൈദികരെ പോലും സഭാ അധികാരികൾ തടഞ്ഞ ചരിത്രമുണ്ട്. കത്തോലിക്ക സഭയുടെ പക്ഷത്തു നിന്നുള്ള ആദ്യത്തെ എതിർപ്പ് വരുന്നത് തോമസ് കച്ചീനി എന്ന് പറയുന്ന ഒരു ചിന്തകനിൽ നിന്നാണ്. അദ്ദേഹം ഒരു വൈദികൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ഞായറാഴ്ച പ്രസംഗമധ്യേയാണ് ഗലീലിയോ പറയുന്നതിൽ പാഷണ്ഡതയുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിഗമനത്തെ വത്തിക്കാൻ പിന്നീട് അപലപിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം നേരിട്ട് വത്തിക്കാനിൽ പോയി സഭാധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു ഗലീലിയോ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന്. പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദഗതികളെ വത്തിക്കാൻ നിരസിക്കുകയാണ് ഉണ്ടായത് എന്ന്. ലൊറീനി എന്ന് പറയുന്ന വേറൊരു ഡൊമിനിക്കൻ വൈദികനും ഇതേ ആക്ഷേപവുമായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കടന്നു വന്നു. പക്ഷേ ഗലീലിയോയുടെ എഴുത്തുകളിൽ പാഷണ്ഡതയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. അതിനുള്ള മറുപടി എന്തായിരുന്നു എന്നോ, ഡൊമിനിക്കൻ സഭയുടെ പ്രീച്ചർ ജനറൽ ലൊറീനി ഗലീലിയോയിൽ പാഷണ്ഡതയെ ആരോപിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് രേഖാമൂലം ക്ഷമാപണം നടത്തുകയായിരുന്നു പോലും. ഗലീലിയോയെ ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രീച്ചർ ജനറൽ അദ്ദേഹത്തിൻ്റെ രേഖാമൂലമുള്ള ക്ഷമാപണത്തിൽ ഗലീലിയോയോട് പറയുന്നത് അത്രേ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സഭ ആദ്യം മുതലേ കോപ്പർനിക്കനിസത്തിൻ്റെയോ ഗലീലിയോയുടെ ആശയങ്ങളുടെയോ ശത്രുവായിരുന്നു എന്നുള്ളതല്ല. അതിലുപരി തുറവിയുടെ മനോഭാവം സഭയുടെ പക്ഷത്തു നിന്നുണ്ടായിരുന്നു. ആദ്യം കോപ്പർനിക്കസും പിന്നീട് ഗലീലിയോയും ആവർത്തിച്ച് അവതരിപ്പിച്ച സൗരകേന്ദ്രീകൃത സിദ്ധാന്തം സത്യമെന്ന് പിൽക്കാലത്ത് ശാസ്ത്രം വ്യക്തമായി തെളിയിച്ചു. ആദ്യകാലത്തുയർന്ന സംശയങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുന്നതിനായി വീണ്ടും നൂറ്റാണ്ടുകൾ തന്നെ കാത്തിരിക്കേണ്ടതായി വന്നു. ഇന്നത്തെ ലോകം സംശയാതീതമായി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുവെങ്കിലും ആരംഭകാലങ്ങളിലെ സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗലീലിയോ അവതരിപ്പിച്ച സിദ്ധാന്തത്തിലെ വാസ്തവങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിൽ സഭാ നേതൃത്വവും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചില കാര്യങ്ങളിൽ ഗലീലിയോ കറക്റ്റായിരുന്നു. അതായത് ഗലീലിയോയുടെ ക്രിറ്റിസിസം ഓഫ് അരിസ്റ്റോട്ടീലിയൻ സിസ്റ്റം വളരെ കറക്റ്റായിരുന്നു. അരിസ്റ്റോട്ടീലിയൻ സിസ്റ്റമാണ് കത്തോലിക്ക തിരുസഭ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ അതിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. കത്തോലിക്ക തിരുസഭ അത് അറിയേണ്ടതായിരുന്നു. മിക്കവാറും ചിലർക്ക് അറിയാമായിരുന്നായിരിക്കാം. പക്ഷേ അത് അവർ കത്തോലിക്ക തിരുസഭ കണക്കിലെടുത്തില്ല. രണ്ടാമതായിട്ട് ഗലീലിയോയുടെ ടെലസ്കോപ്പിക് ഡിസ്കവറീസും കറക്റ്റായിരുന്നു. ഗലീലിയോ ഏകദേശം 1609 ആ സമയത്താണ് ഗലീലിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ജൂപ്പിറ്ററിനെയും മറ്റ് ഗ്രഹങ്ങളെയും ഒക്കെ ഒബ്സർവ് ചെയ്തത്. അത് വളരെ കറക്റ്റായിരുന്നു. കാരണം ഇത് പ്രസ്താവിച്ച് കഴിഞ്ഞപ്പോൾ ജെസ്യൂട്ട് അസ്ട്രോണമേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി അവരുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ കണ്ടു ഗലീലിയോ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവർ അത് ഗലീലിയെ അറിയിച്ചു. അത് കഴിഞ്ഞ് ഗലീലിയോയ്ക്ക് കൺഗ്രാജുലേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഗലീലിയെ റോമിലേക്ക് വിളിച്ചു. അവിടെ ഗലീലിയോയ്ക്ക് വലിയൊരു റിസപ്ഷനും ഗംഭീരമായൊരു റിസപ്ഷനും എല്ലാം കൊടുത്തു. അങ്ങനെയാണ് സംഭവിച്ചത്. ഗലീലിയോ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയും സഭാ അധികാരികളോട് വിധേയത്വം പുലർത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു. കോപ്പർനിക്കസ് തിരിച്ചറിഞ്ഞ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം അവയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയ ഗലീലിയോ പൊതുധാരണകൾക്ക് വിരുദ്ധമായ തൻ്റെ തിരിച്ചറിവുകൾ സഭാ നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിന് ശ്രമിച്ചിരുന്നു. എന്നാൽ താൻ അവകാശപ്പെടുന്നവയെ സ്ഥാപിച്ചെടുക്കാൻ ഉതകുന്ന തെളിവുകളോ പിൻബലമായി ഉയർത്തി കാണിക്കാൻ ഉതകുന്ന മറ്റ് സിദ്ധാന്തങ്ങളോ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതേസമയം വിമർശനങ്ങൾക്കിടയാക്കിയ ചില വിശ്വാസപരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുമുണ്ടായി.
പ്രധാനമായും അതാണ് വിചാരണയിലേക്ക് നയിച്ചത്. ഗലീലിയോ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു. മഹാറാണിക്ക് അദ്ദേഹം ഒരു എഴുത്തെഴുതിയായിരുന്നു. ആ എഴുത്തിൽ അദ്ദേഹം സെയിൻറ്റ് അഗസ്റ്റിൻ്റെ 4-ാം നൂറ്റാണ്ടിലെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ കോട്ട് ചെയ്തായിരുന്നു. അഗസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു: ബൈബിൾ പറയുന്നത് സത്യമാണ്. അപ്പോൾ ബൈബിൾ പറയുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് ശരിയായ അറിവുള്ള ഒരു സത്യവുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ, ശരിയായിട്ട് അറിയാവുന്ന സത്യമായിരിക്കണം, ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട് ആയിട്ടുള്ള സത്യമായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്ക്രിപ്ചർ എഴുതിയ ആൾ ആ സെൻറ്റൻസ് ലിറ്ററലായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ സെൻറ്റൻസ് മെറ്റഫോറിക്കലായിട്ടോ അല്ലഗോറിക്കലായിട്ടോ കണക്കാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു: നമ്മൾ പറയുന്നത് പരമാർത്ഥ സത്യമായിരിക്കണം, ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട്. അങ്ങനത്തെ പ്രൂഫ് കൊടുക്കാനായിട്ട് ഗലീലിയോയ്ക്ക് സാധിച്ചില്ല. സഭാ നേതൃത്വം ഗലീലിയോട് ആവശ്യപ്പെട്ടത് വ്യക്തമായ വിശദീകരണവും തെളിവുകളുമായിരുന്നു. വിചാരണയ്ക്ക് ആദ്യകാലത്ത് നേതൃത്വം നൽകിയ കർദിനാൾ ബെല്ലാർമിൻ വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഭൂമിക്ക് 2 തരത്തിലുള്ള മൂവ്മെൻ്റാണ് പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ ആക്സിസിൽ വട്ടം തിരിയുന്നു. രണ്ടാമത് സൂര്യൻ്റെ ചുറ്റും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 2 മൂവ്മെൻറ്റ്സാണ് ഗലീലിയോയും കൊപ്പർനിക്കസും പറഞ്ഞത്. പക്ഷേ ഇതെങ്ങനെയാണ് ഈ 2 മൂവ്മെൻറ്റ്സ് നടക്കുന്നത്, ഇതിൻ്റെ കോസ് എന്താണ് എന്നുള്ള കാര്യത്തിന് ഗലീലിയോയ്ക്ക് ശരിയായ ഉത്തരമില്ലായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ഗലീലിയോ ശ്രമിച്ചായിരുന്നു. ഈ കടലിലെ ടൈഡ്സ് ഒരു സൊല്യൂഷനായിട്ട് ഗലീലിയോ പ്രകടിപ്പിച്ചായിരുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു. അത് സയൻറ്റിസ്റ്റുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് സയൻറ്റിഫിക്കലി അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിയായ ന്യായീകരണം, ശരിയായ തെളിവ് ഗലീലിയോയ്ക്ക് മരിക്കുന്നത് വരെ കൊടുക്കാൻ സാധിച്ചില്ല. വേണ്ടത്ര തെളിവുകൾ നൽകുക, അല്ലെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക, ഇതായിരുന്നു ബെല്ലാർമിൻ ഗലീലിയോയ്ക്ക് നൽകിയ നിർദ്ദേശം. നിർഭാഗ്യവശാൽ സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തിന് വേണ്ട തെളിവുകൾ വരുന്നത് ഗലീലിയോ മരിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം ഐസക് ന്യൂട്ടണിലൂടെയാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ ഗലീലിയോ സംഭവത്തിൻ്റെ ചരിത്രപരവും ശാസ്ത്രപരവുമായ സങ്കീർണ വശങ്ങളെ മുഴുവൻ മനസ്സിലാക്കാതെ സ്ഥാപിത താൽപര്യക്കാരായ ചരിത്രകാരന്മാർ അവരുടെ കുൽസിത മനസ്ഥിതിയിൽ നിന്ന് നൽകുന്ന ആഖ്യാനങ്ങളെ അന്ധമായി വിശ്വസിച്ച് സഭയെ താറടിക്കാനുള്ള ആയുധമാക്കി ഈ സംഭവത്തെ ഉപകരിക്കുക എന്ന് പറയുന്നത് വിമർശനാത്മകമോ പണ്ഡിതോചിതമായോ ആയ ഗവേഷണങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്നതല്ല എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1616-ലും 1631-ലുമായാണ് ഗലീലിയോയെ സഭാകോടതി വിചാരണ ചെയ്യുന്നത്. 2ാം ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാൻ വിധിയുണ്ടാകുന്നത്. അതിനു പിന്നിൽ സങ്കീർണമായ അനവധി കാരണങ്ങൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഗലീലിയോയുടെ വ്യക്തിപരമായ ചില പോരായ്മകളും അത്തരമൊരു ശിക്ഷാവിധിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുവാൻ കാരണമായി മാറി. എങ്കിലും അദ്ദേഹത്തിന് വീട്ടുതടങ്കൽ വിധിച്ചതിനോട് യോജിക്കാത്തവരും നേതൃത്വനിരയിലുണ്ടായിരുന്നു. 1610 ഗലീലിയോ തൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് തന്നെ ഈ ജെസുവിറ്റ് അസ്ട്രോണമേഴ്സ് ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ ആവർത്തിച്ചായിരുന്നു അവരുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ച്. എന്നിട്ട് അവർ കൺഫേം ചെയ്തായിരുന്നു, ഗലീലിയെ കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ വളരെ വളരെ സന്തോഷകരമായിട്ടും പ്രോത്സാഹജനകമായിട്ടുമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. പക്ഷേ കാലക്രമേണ ഗലീലിയോ ജെസുവേറ്റ്സിൻ്റെ ഒരു വലിയ ശത്രുവായി തീർന്നു. 2 ജെസുവേറ്റ് സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ വളരെ കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും. അവരെ ഗലീലിയോ പരസ്യമായിട്ട് പുസ്തകം മുഖേനയും ലേഖനം മുഖേനയും കുറ്റപ്പെടുത്തുകയും വെറുപ്പിക്കുകയും ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് വെറുപ്പിക്കുകയും ചെയ്തു. കാലക്രമേണ ജെസുവേറ്റ്സ് ഗലീലിയോയുടെ
ശത്രുക്കളായി തീർന്നു. അതുകൊണ്ട് ഈ 1632 നടന്ന വിചാരണയിലും 33 നടന്ന ജഡ്ജ്മെൻറ്റിലും ജെസുവിറ്റ്സ് കാര്യമായി ഒന്നും ചെയ്തില്ല. അവർ ചിലരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഗലീലിയോ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഗലീലിയോയ്ക്ക് എതിരായിട്ട് സംസാരിച്ചു എന്നൊക്കെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1616 ഒന്നാം വിചാരണയിൽ ഗലീലിയോയ്ക്ക് വളരെ മൃദുവായ ഒരു തിരുത്തലും ശാസനവും മാത്രമേ നൽകിയത് ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. പിന്നീട് 1631 അന്തിമ വിചാരണയിലാണ് അദ്ദേഹം അനുസരണക്കേട് കാണിക്കുന്നതായിട്ടും പാഷണ്ഡത പ്രഘോഷിക്കുന്നതൊക്കെയുമായിട്ടുള്ള നിഗമനങ്ങളിൽ വിചാരണ സമിതി എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ കാണുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് 1631 വിചാരണയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന 10 കർദിനാളന്മാരിൽ 3 പേര് ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. 1631 നടന്ന വിചാരണ അല്പം കൂടി കഠിനമായിരുന്നു. തൽഫലമായി 67-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഏകാന്തവാസം വിധിക്കപ്പെട്ടു എന്നത് വാസ്തവമാണ്. എന്നാൽ അക്കാലത്തും അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്കും പുസ്തകരചനയ്ക്കും മറ്റും തടസ്സം നേരിട്ടിരുന്നില്ല. എങ്കിൽ തന്നെയും ഗലീലിയോയ്ക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് പിന്നിലെ സഭാ സംവിധാനങ്ങളുടെ പാളിച്ച പിന്നീടുള്ള കാലത്തുടനീളം സഭയ്ക്കുള്ളിൽ തന്നെ ആത്മവിമർശനത്തിന് കാരണമായി മാറിയിരുന്നു. അങ്ങനെ സഭാചരിത്രത്തിലെ വിപ്ലവകരമായ ഒരേടായി മാറിയ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. വത്തിക്കാൻ II കൗൺസിൽ, 2ാമത്തെ കൗൺസിൽ, ആ കൗൺസിൽ വന്നപ്പോഴത്തേക്കും അനേകം ചർച്ച് ഫാദേഴ്സ്, കൗൺസിൽ ഫാദേഴ്സ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ഈ ഗലീലിയോ പ്രോബ്ലം ഒരു ഭയങ്കര തലവേദനയാണ് കത്തോലിക്ക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്കൊരു തീരുമാനം എടുക്കുക, നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് തെറ്റ് സ്വീകരിക്കാം, അങ്ങനെ ഇതൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അവർ വളരെ സ്ട്രോങ് ആയിട്ട് അനേകം ബിഷപ്പുമാരും കൗൺസിൽ മെമ്പേഴ്സും ആവശ്യപ്പെട്ടായിരുന്നു മാർപ്പാപ്പായോട്. അപ്പോൾ അതനുസരിച്ചാണ് ജോൺ പോൾ II മാർപ്പാപ്പ 78 മാർപ്പാപ്പയായി. 79 പൊന്തിപ്പിക്കൽ അക്കാഡമി ഓഫ് സയൻസിനോട് സംസാരിച്ച സമയത്ത് ഇതിനെപ്പറ്റി പരാമർശിച്ചായിരുന്നു. ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 1980 ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്മിറ്റിയിൽ പല മെമ്പേഴ്സും ഉണ്ടായിരുന്നു. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായ ജോർജ് കോയിനും അതിൻ്റെ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1992 കാർഡിനൽ പൂപ്പാടിൻ്റെ അധ്യക്ഷതയിൽ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇതാണ്: ഒരു കത്തോലിക്ക പോപ്പ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു. ഈ കമ്മിറ്റിക്കാർ ആ കാര്യം ശരിയായ രീതിയിൽ, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തെന്നുള്ളത് സംശയമാണ്. അതിൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിൽ ചില തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ പോപ്പ് പ്രസ്താവിച്ചു. ഇന്ന് ഗലീലിയോയ്ക്ക് സംഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള നിരവധി ആഖ്യാനങ്ങൾ നമുക്കിടയിലുണ്ട്. അദ്ദേഹത്തെ സഭ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും വധിച്ചുവെന്നും വാദിക്കുന്നവരുണ്ട്. കത്തോലിക്ക സഭയെ പതിവായി ആക്രമിക്കുവാനുള്ള ആയുധമായി ചിലർ ഗലീലിയോ സംഭവത്തെ ഉപയോഗിക്കുന്നു. എന്നാൽ ചരിത്രരേഖകളുടെയും ചരിത്രകാരന്മാരുടെ വിശകലനങ്ങളുടെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രം വ്യത്യസ്തമാണ്. ചില തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ചരിത്രകാരന്മാരിൽ നിന്ന് വായിക്കുന്നുണ്ടായേക്കാം. അതായത് ചിലരിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഗലീലിയോ വാസ് ബിഹെഡഡ്, ഗലീലിയോ കൊന്നു എന്ന് പറയുന്നു. അത് ചിലർ പറയുന്നു ഗലീലിയോ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗലീലിയോ ശാരീരികമായിട്ട് യാതൊരു ഉപദ്രവവും ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഞാൻ പല പുസ്തകങ്ങളും പല ഡോക്യുമെൻസും വായിച്ച് നോക്കിയിട്ടുണ്ട്. ശാരീരികമായിട്ട് ഒരു ഉപദ്രവം ചെയ്തതായിട്ട് യാതൊരു തെളിവുകളുമില്ല. ഗലീലിയോ 1633 ഗലീലിയോ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ അന്നേരം ആ സമയത്ത് തെറ്റ് പബ്ലിക്കായിട്ട് പറയണമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ശിക്ഷ വന്നു, വീട്ടുതടങ്കലായിട്ട് ശിക്ഷ വന്നു. ആ സമയം
ഗലീലിയോയുടെ ഒരു സ്നേഹിതനായ ബിഷപ്പ് വന്ന് ഗലീലിയോയെ തൻ്റെ പാലസിലേക്ക് കൊണ്ടുപോയി. ആ പാലസിലായിരുന്നു ഗലീലിയോ തൻ്റെ മിക്ക സമയവും തന്നെ ചെലവഴിച്ചത്. അപ്പോൾ അതിന് കത്തോലിക്ക തിരുസഭ യാതൊരു വിധമായ തടസ്സവും പറഞ്ഞില്ല. വത്തിക്കാൻ്റെ ആർക്കൈവ്സുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഗലീലിയോ വീട്ടുതടങ്കലായിരുന്ന കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ഒരു രചന നടത്തുന്നത്. ആറ്റോമിക സിദ്ധാന്തത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളുമെല്ലാം. ഗലീലിയോയുടെ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത് ഗലീലിയോ അവതരിപ്പിച്ച സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കാളും അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം അന്നത്തെ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രവും ഗലീലിയോയുടെ ആറ്റോമിക സിദ്ധാന്തവും ഒരിക്കലും ഒരുമിച്ച് പോകുകയില്ലായിരുന്നു. ആറ്റോമിക് തിയറി ശരിയാണ് എങ്കിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നുവെന്നുള്ള പ്രമാണം സിദ്ധാന്തം നിലനിൽക്കുന്നതായിരുന്നില്ല. സഭാധികാരികൾക്ക് അതേപ്പറ്റി വ്യക്തമായി അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദൈവശാസ്ത്ര പ്രശ്നം ഗലീലിയോയുടെ ആറ്റോമിക് തിയറിയിൽ ഉള്ളതിനെപ്പറ്റി. പക്ഷേ ഈ ആർക്കൈവ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത് ആരും അതേപ്പറ്റി ബോധേഡാകാൻ പോയില്ല എന്നുള്ളതാണ്. ഇതിനോടകം ശിക്ഷിക്കപ്പെട്ട ഗലീലിയോയ്ക്ക് ഇനി അധികം വേദനകളൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് സഭാധികാരികൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുതടങ്കലിലായിരുന്ന കാലഘട്ടത്തിലും ഗലീലിയോ സഭാധികാരികളുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തി പോന്നിരുന്നു. സഭയുടെ തന്നെ അന്ത്യകുദാശയൊക്കെ സ്വീകരിച്ചാണ് അദ്ദേഹം നന്മരണം പ്രാപിച്ചത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയോ സംഭവത്തെ ശാസ്ത്രവും മതവും തമ്മിലുള്ള, അഥവാ ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഗലീലിയോ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തളച്ചിടാൻ കഴിയുന്നതല്ല സഭയുടെ ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം. ഗലീലിയോയ്ക്ക് മുമ്പ് മുതൽ കഴിവതും ക്രിയാത്മകമായി ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകാനും ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിക്കാനും സഭ പ്രകടിപ്പിച്ചിട്ടുള്ള ഔത്സുക്യം മാതൃകാപരമാണ്. പിഴവുകൾ സംഭവിച്ചിട്ടുള്ളപ്പോൾ അവ തിരുത്തുന്നതോടൊപ്പം ശാസ്ത്ര നേട്ടങ്ങളെയും ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളെയും ഉൾക്കൊള്ളുവാനും സഭാ നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറിച്ചുള്ള പ്രചാരണങ്ങൾ ദുഷ്ടലാക്കോടു കൂടിയതാണ് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഏത്തിയസം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഗതിയല്ല. നമ്മൾ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ മനുഷ്യന് ഇതുപോലുള്ള ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട്, ചില സമയത്ത് വീക്കായിട്ട്. ചരിത്രപരമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിരീശ്വരത്വം എക്കാലവും അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറകൾ കണ്ടെത്തിയിരുന്നത് ശാസ്ത്ര സിദ്ധാന്തങ്ങളിലായിരുന്നു. ആൻ്റണി ഫ്ലൂവ് ഒരു നിരീശ്വരവാദിയായിരുന്നു, വളരെ കാലത്തേക്ക് നിരീശ്വരവാദിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലക്രമേണ അദ്ദേഹം തൻ്റെ ദൃഷ്ടികോണം കുറച്ചുകൂടെ വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ബ്രോഡൻഡ് ഹിസ് പെർസ്പെക്റ്റീവ്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം ഒരു വിശ്വാസിയായി തീർന്നത്.